Hello friends, welcome to SAT Centers Tuition Class 10 Mathematics Chapter 1 Arithmetic Sequences ലെ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പാർട്ട് 10 ആണ്. അപ്പോൾ പാർട്ട് 1 മുതൽ 9 വരെ കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ മുകൾ ഭാഗത്തായിട്ട് അതിൻ്റെ ലിങ്ക് ഉണ്ട്. സോ പ്ലീസ് വിസിറ്റ് പാർട്ട് 1 to 9 ബിഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലെ 1.2 പേജ് നമ്പർ 15ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ ആൾജിബ്രിക് എക്സ്പ്രഷൻ ഫോർ ഈച്ച് ഓഫ് ദ സീക്വൻസസ് ബിലോ. On the sequence of odd numbers, 2 sequence of natural numbers which leave remainder 1 on division by 3, the sequence of natural numbers ending in 1, the sequence of natural numbers ending in 1 or 6. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ഈ വീഡിയോസ് എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഓൺലൈനിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. കാരണം നമ്മുടെ ലൈവ് വീഡിയോന് ശേഷം ഇത് പ്രൈവറ്റ് മോഡിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് കാണണമെങ്കിലും പിന്നീട് കാണണമെങ്കിലും നമ്മുടെ എല്ലാ പ്രൈവറ്റ് വീഡിയോസും കാണണമെങ്കിലും നിങ്ങൾ ഓൺലൈനായിട്ട് ജോയിൻ ചെയ്യുക. അതിന് പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല. ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യുക. വെരിഫിക്കേഷന് ശേഷം നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. 50 സ്റ്റുഡൻസിനാണ് നമുക്ക് അഡ്മിഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴും സീറ്റ് ബാക്കിയുണ്ട്. സോ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആദ്യം നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. എന്താണ് ഓഡ് നമ്പർ? ഒറ്റ സംഖ്യകൾ. ഓക്കെ, സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 3, 5, 7. ഇതൊക്കെയാണ് ഓഡ് നമ്പറിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ആൽജിബ്രിക് എക്സ്പ്രഷൻ എന്താണ്, അല്ലെങ്കിൽ ബീജഗണിത വാചകം എന്താണ് എന്നാണ് നമ്മുടെ ചോദ്യം. അതായത് ജനറൽ ആയിട്ടുള്ളൊരു ഫോർമുല. ഇപ്പോൾ ഇത് ഈ 7 എന്ന് പറയുന്നത് എത്രാമത്തെ ടേമാണ്? 7 എന്ന് പറയുന്നത് 1, 2, 3, 4 ഫോർത്ത് ടേമാണ് ഈ 7 എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് 50th ടേം എത്രയാണ്? 50ാമത്തെ ആൾ എങ്ങനെയാണ്? അതായത് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയാൽ 50ാമത്തെ ആൾ എങ്ങനെയാണ്? ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ 50 എഴുതാനൊന്നും നമുക്ക് പറ്റില്ല. മറിച്ച് നമുക്കൊരു ഫോർമുല കണ്ടെത്തണം ഈ 50ാമത്തെ ആളെ കണ്ടുപിടിക്കാനായിട്ട്. ആ ഫോർമുലയാണ് നമ്മൾ ആൽജിബ്രിക് എക്സ്പ്രഷൻ എന്ന് ആക്ച്വലി പറയുന്നത്. ഓക്കെ, ക്ലിയർ? യെസ്. സോ ആദ്യം തന്നെ നമുക്ക് ഈ പറയുന്ന 1, 3, 5, 7 ഇങ്ങനെ എടുത്ത് എഴുതാം. പിന്നീട് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ അരിത്മെറ്റിക് സീക്വൻസ് ഒക്കെ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് ഫോർമുല വെച്ച് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ നമ്മൾ എന്താണ് അരിത്മെറ്റിക് സീക്വൻസ് എന്ന ഒരു ടോപ്പിക്കിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അത് എത്താണ്ട് നമുക്കിതെങ്ങനെ കണ്ടെത്താം എന്നുള്ള രീതിയാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1, 3, 5, 7 ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? ഓക്കെ, ഇതിൻ്റെ സ്ഥാനവില, അതിൻ്റെ പൊസിഷൻസ് സാറിൻ്റെ മീതെ എഴുതുകയാണ്. 1, 2, 3, 4. ദാറ്റ് ഈസ് ഒന്നാമത്തെ ടേം, രണ്ടാമത്തെ ടേം, മൂന്നാമത്തെ, നാലാമത്തെ, ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം. സോ ദീസ് ആർ ദ പൊസിഷൻസ്. ക്ലിയർ? ഓക്കെ, ദീസ് ആർ ദി പൊസിഷൻസ് ആൻഡ് ദീസ് ആർ ടേംസ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടേംസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടർ ഉണ്ടോ എന്ന് നോക്കാം. ചിലപ്പോൾ ഒരു പ്രത്യേക സംഖ്യ തന്നെ കൂടി പോവാം, ചിലപ്പോൾ പ്രത്യേക തന്നെ കുറഞ്ഞു വരാം, ചിലപ്പോൾ ഗുണിച്ചു പോവാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ആദ്യം തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ക്ലിയർ? അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പൊസിഷനും ടേമും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ 2ഉം 3യും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? 3യും 5ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? 4ഉം 7ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കാം. ഈ 1ഉം 1ഉം തമ്മിൽ എന്താണ്? 0 ആണ്. 1 - 0. 2 - 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 - 5 എന്ന് പറഞ്ഞാൽ 2 ആണ്. 4 - 7 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഇനി ഈ ടേമുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കി. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് 2 വെച്ച് കൂടി പോവുകയാണ്, +2. അങ്ങനെയാണെങ്കിൽ എളുപ്പമായി. കണ്ടോ? 3 + 2 5, 5 + 2 എന്താണ്? 7. അങ്ങനെ ഒരു ഇത് കിട്ടുകയാണെങ്കിൽ, അതായത് ഏതെങ്കിലും ഫിക്സ്ഡ് സംഖ്യ ഇങ്ങനെ കൂടി പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എളുപ്പമായി. അതെങ്ങനെയാണെന്ന് നോക്കാം. സോ ഇവിടെ നമ്മൾ +2, +2, +2, അതായത് 3 തവണ 2 കൂടിയിട്ടാണ് നമ്മൾ 7 എന്ന് പറയുന്ന സംഖ്യ എത്തുന്നത്. അപ്പോൾ സാർ പറയുന്നത് ശ്രദ്ധിക്കുക, നാലാമത്തെ ടേമായ 7 എത്തുന്നത് 3 തവണ എന്ത് ചെയ്തിട്ടാണ്? 2 ഗുണിച്ചിട്ടാണ്. ക്ലിയർ ആണോ? അതായത് 3 തവണ 2 ഇങ്ങനെ കൂട്ടിപ്പോകുന്നതിന് പകരം നമ്മൾ 3 തവണ എന്ത് ചെയ്യുക? 2 ഇങ്ങനെ ഗുണിക്കുക. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ 3 തവണ 2 കൂട്ടുമ്പോൾ 6 കിട്ടും. 3ും 2ഉം എന്ത് തന്നെയാണ്? 6. പക്ഷേ 7 ആണല്ലോ നമ്മുടെ ആൻസർ. പിന്നെ അതെങ്ങനെ 6 എങ്ങനെ 7 ആയി? അതിനാണ് നമ്മൾ ആദ്യത്തെ ടേം കൂടി കൂട്ടുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫസ്റ്റ് ടേം, അതായത് 1 + 3 തവണ 2, ദാറ്റ് ഈസ് 3 × 2. ഇതാണ് നമ്മുടെ ഈ പറയുന്ന നാലാമത്തെ ടേം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നാലാമത്തെ ടേം കാണാൻ ഞാൻ കൊടുത്തത് 3 ആണ്. അതിൻ്റെ അർത്ഥം 4ൽ നിന്ന് 1 കുറച്ചു. ദാറ്റ് ഈസ് ദിസ് 3 = 4 - 1. ഓക്കെ, നോക്കിക്കോളൂ. അപ്പോൾ 7 നമ്മൾ കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ടേം എടുത്തു. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ്.
സോ ഫസ്റ്റ് ടൈം എടുത്ത് എഴുതി 1. ദെൻ നമ്മൾ എത്ര പ്രാവശ്യം 2 കൂടി പോകുന്നു? 2 3 തവണ കൂടി പോകുന്നു. സോ 3 തവണ 2 കണ്ടോ, 3 × 2 ദാറ്റ് ഈസ് 1 + 6 ദാറ്റ് ഈസ് 7. ഇനി ഈ 3 തവണ 2 വന്നു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ എഴുതുകയൊന്നും വേണ്ട. നമ്മളിത് എത്രാമത്തെ ടേമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് മാത്രം നോക്കിയാൽ മതി. അത് 4ാമത്തെ ആയിരുന്നു. അപ്പോൾ 4ാമത്തെ ടേം ആയതുകൊണ്ട് നമ്മളിവിടെ 3 എഴുതി. ഓക്കെ. സപ്പോസ് 5ാമത്തെ ടേമാണ് നിങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ എത്ര എഴുതും? 4 എഴുതണം. 6ാമത്തെ ആണെങ്കിലോ 5 എഴുതണം. 7ാമത്തെ ആണെങ്കിലോ 6 എഴുതണം. അങ്ങനെയാണെങ്കിൽ 50ാമത്തെ ടേം നിങ്ങളോട് കാണാൻ ചോദിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 1 + 50ൽ നിന്ന് 1 കുറയ്ക്കുക. ദാറ്റ് ഈസ് 49. 49 ഇൻറ്റു എന്താണ് 2. അതായത് ഫസ്റ്റ് ടേമായ 1ഉം പിന്നെ 49 തവണ 2ഉം ചേർന്നതാണ് ഈ 50ാമത്തെ ടേം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. സോ നമ്മളിവിടെ നിന്നും ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഈ 3 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടായത്? 4ാമത്തെ ടേമിൽ നിന്ന് 1 കുറച്ചതാണ്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ n ആണെങ്കിലോ ജനറൽ ഇങ്ങനെ പോയി nth ടേം ആണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് ഈ n കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും? ഈ 1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമാണ്, അതിനകത്ത് വ്യത്യാസമില്ല. അപ്പോൾ 1 ഞാൻ എഴുതി പ്ലസ്, പിന്നെ ഈ 3 ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ടേമാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് അതിൽ നിന്ന് 1 കുറച്ചതാണ് ഇവിടെ വരുന്നത്. ക്ലിയർ ആണോ? സോ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് n ആണ്. അപ്പോൾ അതിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ ഞാൻ എങ്ങനെ എഴുതും? n - 1. ക്ലിയർ? ഓക്കെ. ഇൻറ്റു ഏതാണോ കൂടി പോകുന്നത് അത്. സോ ഇൻറ്റു 2. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 അകത്തേക്ക് ഗുണിക്കണം. 2 × n ദാറ്റ് ഈസ് 2n മൈനസ് 2 × 1 2. ക്ലിയർ ആണോ? ഓക്കെ. സോ ഫ്രണ്ടിൽ ഈ 1 ഉണ്ട്. അപ്പോൾ 1 പ്ലസ് ഈ 2 അകത്തേക്ക് ഗുണിച്ചു 2n മൈനസ് 2. ഇനി ചെയ്യേണ്ടത് ഈ 1ഉം ഈ -2ഉം തമ്മിൽ നമ്മൾ എന്ത് ചെയ്യാം? കൂട്ടാന്നുള്ളതാണ്. അപ്പോൾ ഇത് 1 പോസിറ്റീവാണ്, ഇത് മൈനസ് ആണ്. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം കൊടുക്കുക. അപ്പോൾ വലുത് ഇവിടെ -2 ആണ്. സോ അതിൽ നിന്ന് ചെറുത് 1 കുറച്ച് കഴിഞ്ഞാൽ -1 കിട്ടും. സോ ദ ആൻസർ 2n - 1. ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഇത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ 4ാമത്തെ ടേം 7 ആണല്ലോ. നമ്മുടെ n 4 കൊടുത്ത് നോക്കാം. 2 × 4 - 1 ദാറ്റ് ഈസ് 8 - 1 = 7. അപ്പോൾ ശരിയാണ്. കണ്ടോ? അങ്ങനെ 50ാമത്തെ ടേം ചോദിച്ചു കഴിഞ്ഞാൽ വെരി ഈസിയാണ്. 2 × 50 ദാറ്റ് ഈസ് 100 -1 = 99. അതായത് 100ൽ നിന്ന് 1 കുറച്ച് 99 ആയിരിക്കും ഈ 50ാമത്തെ ടേം എന്ന് പറയുന്നത്. ഓക്കെ. സോ നമ്മളിവിടെ എന്താ ചെയ്തത്? 3യുടെ പ്ലേസിൽ നമ്മൾ എന്ത് കൊടുത്തു? n - 1 എന്ന് കൊടുത്തു. 2 നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. 2 ആണ് കൂടി പോകുന്നത്. അപ്പോൾ അതവിടെ കൊടുത്തു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? ഈ 2 അകത്തേക്ക് എടുത്ത് ഗുണിച്ചു. സോ 2 × n 2n 2 × 1 -2. ക്ലിയർ ആണോ? ഓക്കെ. ദെൻ 1 പ്ലസ് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ബ്രാക്കറ്റിൻ്റെ മുന്നിൽ പോസിറ്റീവ് ആണെങ്കിൽ അകത്തുള്ള ആൾക്കാർ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. അപ്പോൾ ഞാൻ 2n എഴുതി -2 എഴുതി. അടുത്ത സ്റ്റെപ്പിൽ 2n ആദ്യം എഴുതണം. എന്നിട്ട് ഈ 1 പ്ലസ് എന്നുള്ളത് ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. ഓക്കെ. സോ 2n എഴുതി, -2 അവിടെ തന്നെ എഴുതി, +1 ഇപ്പുറത്തേക്ക് എഴുതി. ഇനി ഇത് രണ്ടും തമ്മിലാണ് നമുക്ക് കൂട്ടേണ്ടത്. അപ്പോൾ ഒരു പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ കൂട്ടുമ്പോൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ച് വലിയ സംഖ്യയുടെ സൈൻ കൊടുക്കണം. അപ്പോൾ 2n 2ൽ നിന്ന് 1 പോയാൽ പിന്നെ 1 ആണ്. വലിയ സംഖ്യ ഇവിടെ 2 അല്ലേ? അപ്പോൾ 2ൻ്റെ ചിഹ്നം -1. So the answer is 2n - 1. So this is known as the algebraic expression for odd number. Odd number in sequence. Clear? Okay. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. എന്താണ് നാച്ചുറൽ നമ്പർ? എണ്ണൽ സംഖ്യകൾ. സീക്വൻസ് ശ്രേണി. ലീവ് റിമൈൻഡർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിഷ്ടം 1 വരുന്ന ഓൺ ഡിവിഷൻ ബൈ 3. 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന ഒരു സംഖ്യ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ 4 എന്ന സംഖ്യയെ നിങ്ങൾ 3 കൊണ്ട് ഹരിച്ചു. അപ്പോൾ 1 3 3 റിമൈൻഡർ 1. അപ്പോൾ 4 എന്ന സംഖ്യ ഈ പറഞ്ഞ സീക്വൻസിലുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള സംഖ്യകൾ എഴുതാനാണ് പറയുന്നത് നമ്മളോട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിന് മുന്നേ പഠിപ്പിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ. ഇങ്ങനെ വരികയാണെങ്കിൽ ഇവർ രണ്ടുപേരെ അങ്ങോട്ട് എടുക്കുക. അതായത് ഈ റിമൈൻഡർ എടുക്കുക, ഈ പറഞ്ഞ ആരെയാണോ ഡിവൈഡ് ചെയ്യുന്നത് അയാളും എടുക്കുക. എന്നിട്ട് അവർ രണ്ടുപേരും അങ്ങോട്ട് ഫസ്റ്റിനെ അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യുക? കൂട്ടുക. അവർ രണ്ടുപേരും കൂട്ടുമ്പോൾ ഒരു സംഖ്യ കിട്ടും. ദാറ്റ് ഈസ് 4. ക്ലിയർ? അപ്പോൾ ഒരാൾ അതാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി അടുത്ത ആളെ കണ്ടുപിടിക്കാൻ വെരി ഈസിയാണോ? എന്ത് വെച്ചാണോ നമ്മൾ ഡിവൈഡ് ചെയ്യണത് അത് ഇയാളോട് കൂട്ടിയാൽ മതി. അപ്പോൾ 7. ക്ലിയർ? അടുത്ത ആളെ കണ്ടുപിടിക്കാൻ വെരി ഈസിയാണ്. വീണ്ടും അതൊന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ 10. ഇതുപോലെ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും +3 വെച്ച് എന്താണ് കൂടി പോകുന്നത്? +3 +3. ഇത് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോഴുള്ള അവസ്ഥയാണ്. തിരിച്ച് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയാൽ നിങ്ങൾ കാണുന്ന സിറ്റുവേഷൻ എന്താണ്? 10ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ 7, 7ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ എന്താണ്? 4. ഇനി 4ൽ നിന്ന് 3 കുറയ്ക്കാൻ പറ്റും? തീർച്ചയായിട്ടും പറ്റും. 4ൽ നിന്ന് 3 കുറച്ചുകൂടെ എന്താണ്? 1 കിട്ടും. അപ്പോൾ ഇതാണ് സ്റ്റാർട്ടിങ്. 1 4 7
ക്ലിയർ? സോ ആദ്യം നമുക്ക് എന്താണ് തന്നിരിക്കുന്ന റിമൈൻഡറും ഈ പറയുന്ന ഡിവൈഡറും തമ്മിൽ കൂട്ടുക. അപ്പോൾ 4 കിട്ടും. പിന്നെ വീണ്ടും വീണ്ടും ഈ 3 കൂട്ടി പോവുക. 4 3 7, 7 3 10. അങ്ങനെ നമുക്ക് 3 സംഖ്യ കിട്ടി. 4 7 10. ഓക്കെ, ഇനി നമ്മൾ റിവേഴ്സ് ചിന്തിക്കുകയാണെങ്കിൽ 10ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7 കിട്ടും. ഇനി 7ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താണ്? 4 കിട്ടും. വീണ്ടും നമ്മളൊരു 3 കുറയ്ക്കുകയാണെങ്കിൽ നമുക്കിവിടെ എന്ത് കിട്ടും? 1 കിട്ടും. ക്ലിയർ? യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചതുപോലെ ഇതിൻ്റെയും ആൽജിബ്ര എക്സ്പ്രഷൻ കണ്ടെത്തണം. അതായത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഇങ്ങനെ പോവുകയാണെങ്കിൽ 50ാമത്തെ ആളാരായിരിക്കും എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ആൽജിബ്ര എക്സ്പ്രഷൻ കണ്ടെത്തുന്നത്. ഓക്കെ, ഒരു ജനറൽ ഫോർമുല നോക്കാം നമുക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിതിനെ പൊസിഷൻ്റെ ടേംസിൽ എഴുതാം. 1 2 3 4 4 ടേംസുകളാണ്. ഇപ്പോൾ നമുക്ക് എത്ര വെച്ചാൽ കൂടി പോകുന്നത്? നമുക്കറിയാം. ഈ 10ാമത്തെ ടേം കാണുമെങ്കിൽ കണ്ടോ 3 എത്ര പ്രാവശ്യം പോകുന്നുണ്ട്? 3 തവണ പോകുന്നുണ്ട്. എത്ര പ്രാവശ്യം പോകുന്നുണ്ട്? 3 തവണ. ഫസ്റ്റ് ടേം എന്താണ്? 1. സോ 1 പ്ലസ് 3 തവണ ആരാണ് കൂടി പോകുന്നത്? 3 കൂടി പോകുന്നു. സോ 1 പ്ലസ് 3 × 3 1 പ്ലസ് 9 ദാറ്റ് ഈസ് 10. അത് 4ാമത്തെ ടേം ചോദിച്ചുകൊണ്ടാണ് നമ്മളിവിടെ എന്തെടുത്തത്? 3 എടുത്തത്. ക്ലിയർ ആണോ? ഓക്കെ, സോ സപ്പോസ് ഇവിടെ നിങ്ങൾ ചോദിക്കുന്നത് 6th ടേം കാണാൻ ചോദിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യത്തെ ടേമായ 1 എടുക്കുക പ്ലസ് 6th ടേമാണ് ചോദിച്ചെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 6 മൈനസ് 1 കണ്ടോ ഇൻറ്റു എത്രയാണ് കൂടി പോകുന്നത്? 3. സോ വെരി ഈസി. 1 പ്ലസ് എന്താണ് 5 × 3 ദാറ്റ് ഈസ് 1 പ്ലസ് 5 × 3 15 ആണ്. 1 പ്ലസ് 15 16 ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? ആൻസർ കിട്ടുക. അതായത് 6ാമത്തെ ആൾ. ക്ലിയർ ആണോ? ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ nth ടേം, അതായത് ഇവിടെ ഒരു n ഉണ്ടെന്ന് വിചാരിക്കാം ജനറലായിട്ട്. nth ടേം നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കും? അപ്പോൾ നമ്മളിതിന് മുന്നേ ചെയ്ത പോലെ തന്നെ ഇവിടെ എന്താണ് 3യുടെ പ്ലേസിൽ നേരത്തെ നമ്മൾ 4th ടേം കാണാൻ 3 കൊടുത്ത പോലെ ഇവിടെ എന്താണ് nth ടേം കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? n-1 എന്ന് കൊടുക്കണം. ബാക്കി ഇവിടെ ഫസ്റ്റ് ടേം എന്താണ്? 1 ആണ്. എത്ര വെച്ചാണ് കൂടി പോകുന്നത്? 3 വെച്ചാണ് കൂടി പോകുന്നത്. ക്ലിയർ? സോ 1 പ്ലസ് n-1 × 3. നമുക്ക് നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യണം? ഈ 3 അകത്തേക്ക് എടുത്തുകൊണ്ടിരിക്കണം. 3 × n നമുക്ക് എന്താവും? 3n. 3 × -1 -3. ക്ലിയർ? ഓക്കെ, പ്ലസ് ഇവിടെ ഫസ്റ്റ് ടേം കിടപ്പുണ്ട് 1. ഓക്കെ, സോ 1 പ്ലസ് 3n മൈനസ് 3 ഇങ്ങനെ വരും. ഇനി ബ്രാക്കറ്റ് കളഞ്ഞെഴുതണം. സോ 1 പ്ലസ് 3n മൈനസ് 3 എന്ന് എഴുതുക. ദെൻ ഈ 1 ഇപ്പുറത്ത് കൂട്ടുക. സോ 3n മൈനസ് 3 പ്ലസ് 1. ഇനി ഇത് രണ്ടും കൂടി ഒരുമിച്ച് കണ്ടപ്പോൾ നമുക്ക് എന്താ മനസ്സിലായി? വലുതിന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം കൊടുക്കണം. വലുത് ഇവിടെ 3 ആണ്, ചെറുത് ഇവിടെ 1 ആണ്. 3ൽ നിന്ന് 1 കുറച്ചാൽ 2 കിട്ടും. വലുതിൻ്റെ ചിഹ്നം മൈനസ് ആണ്. സോ 3n മൈനസ് 2. ദിസ് ഈസ് ദി ആൻസർ. ക്ലിയർ? നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കും. 4ാമത്തെ ടേം ആണല്ലോ 10. ഇവിടെ ശരിയാണോ നോക്കാം. 3 × 4 മൈനസ് 2 ദാറ്റ് ഈസ് 12 മൈനസ് 2 ഇസ് ഈക്വൽ ടു 10. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ 50ാമത്തെ ടേം എന്തായിരിക്കും? ജസ്റ്റ് പുട്ട് 15 ഹിയർ. 3 × 50 മൈനസ് 2 ദാറ്റ് ഈസ് 150 മൈനസ് 2 ഇസ് ഈക്വൽ ടു 148. കണ്ടോ? അപ്പോൾ നമുക്ക് എഴുതാതെ തന്നെ 50ാമത്തെ ടേം കാണാനായിട്ട് പറ്റി. അങ്ങനെ എത്രാമത്തെ ടേം വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെയുള്ള ജനറൽ ഫോർമുലയാണ് നമുക്ക് ആൽജിബ്ര എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. 3rd ക്വസ്റ്റ്യൻ. ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇനിയുള്ളതൊക്കെ വളരെ എളുപ്പമായിരിക്കും. ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. അതായത് 1ൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകൾ. 1 തന്നെ ഒരു സംഖ്യയാണ്. പിന്നെ വരുന്നത് 11, പിന്നെന്താണ് 21, പിന്നെന്താണ് 31, പിന്നെന്താണ് 41, അങ്ങനെ പോകും. ഇവിടെ നോക്കിയാൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 1നോട് 10 കൂട്ടുമ്പോഴാണ്, അതായത് പ്ലസ് 10 കൂട്ടുമ്പോഴാണ് അടുത്ത ആളെ കിട്ടുന്നത്. വീണ്ടും നമ്മൾ 10 കൂട്ടുമ്പോൾ അതായത് പ്ലസ് 10 കൂട്ടുമ്പോൾ അടുത്ത ആൾ കിട്ടും. അപ്പോൾ ഇവിടെ എത്ര വെച്ചാണ് കൂടി പോകുന്നത്? 10 വെച്ചാണ് കൂടി പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ സാർ ഇവിടെ സീക്വൻസ് എഴുതുകയാണ്, അതിൻ്റെ പൊസിഷൻ എഴുതുകയാണ്. എത്ര വെച്ചാണ് കൂടി പോകുന്നത്? 10 വെച്ചാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 6th ടേമാണ്. 6th ടേമാണ് കണ്ടുപിടിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ തിയറി അനുസരിച്ചാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഫസ്റ്റ് തന്നെ എന്താണ്? ഫസ്റ്റ് ടേം എഴുതുന്നു 1 പ്ലസ് 6th ടേമാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ 5 എഴുതും. ഇതെങ്ങനെ 5 കിട്ടി? 6 മൈനസ് 1. ക്ലിയർ? ഓക്കെ, യെസ്. ദെൻ ഇൻറ്റു എത്ര വെച്ചാണ് കൂടി പോകുന്നത്? എത്ര വെച്ചാൽ കൂടി പോകുന്നത്? 10 വെച്ചാണ് കൂടി പോകുന്നത്. 10. സോ 5 × 10 ദാറ്റ് ഈസ് 50 പ്ലസ് ഇവിടെ എത്ര കിടപ്പുണ്ട്? ഒരു 1 കിടപ്പുണ്ട്. സോ ദ ആൻസർ ഈസ് 51. അപ്പോൾ നേരത്തെ പറഞ്ഞ സെയിം മെത്തേഡ് നമുക്ക് ഇവിടെ പ്രയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, കണ്ടോ? അപ്പോൾ ഇവിടെ എത്ര വെച്ച് കൂടി പോകുന്നു? 10. എത്ര പ്രാവശ്യം 10 പോകുന്നുണ്ട്? 1 2 3 4 5 5 പ്രാവശ്യം വരുന്നുണ്ട്. അതാണ് 5 × 10 എന്ന് എഴുതാൻ കാരണം. ഈ 5 കിട്ടാൻ നമുക്ക് ഇങ്ങനെ 10 5 പ്രാവശ്യം എഴുതണമെന്നുണ്ടോ? വേണ്ട.
നമുക്ക് ആറാമത്തെ ടേം ആണെങ്കിൽ അതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മതി. അപ്പോൾ ഈ 5 നമുക്ക് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ n എന്തായിരിക്കും? വെരി ഈസിയാണ്. ഫസ്റ്റ് ടേം 1 തന്നെയാണ് ഇവിടെ. അപ്പോൾ 1 പ്ലസ് ഈ 5ന് പകരം നമ്മളിവിടെ എന്ത് ചെയ്യണം? n-1 ഇൻറ്റു എത്ര വെച്ചാൽ കൂടി പോകുന്നത്? 10 വെച്ചാണ് കൂടി പോകുന്നത്. അപ്പോൾ ഇൻറ്റു 10 ചെയ്യണം. ക്ലിയർ ആണോ? അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ വരാം? നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ 10 ഇൻറ്റു n 10n 10 ഇൻറ്റു -1 -10. ക്ലിയർ? ഓക്കെ. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ 1 പ്ലസ് 10 -10 അഗെയിൻ ഈ ബ്രാക്കറ്റ് മാറ്റണം. ബ്രാക്കറ്റ് മാറ്റുമ്പോൾ ശ്രദ്ധിക്കണം ഒരു കാര്യം, ഇവിടെ പ്ലസ് ആണെങ്കിൽ ഒന്നും ചെയ്യാനില്ല, അകത്തുള്ളത് അങ്ങനെ എടുത്ത് എഴുതിയാൽ മതി. നേരെ മറിച്ച് ഇവിടെ മൈനസ് ആണെങ്കിൽ അകത്തുള്ളവരുടെ ഓപ്പോസിറ്റ് സൈൻ എഴുതണം. ഓക്കെ. സോ ഹിയർ 1 പ്ലസ് 10n -10 തന്നെ. ഈ 1 നമുക്ക് ഇപ്പുറത്തേക്ക് എടുക്കാം. സോ 10n -10 പ്ലസ് 1 വരും. ഇനി നോക്കൂ, ഇനി നമുക്ക് ചെയ്യേണ്ടത് രണ്ടും കൂടി കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് ആണെങ്കിൽ ഒരു നിയമമേ ഉള്ളൂ. എന്താണത്? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം കൊടുക്കുക. അപ്പോൾ വലുത് 10 ആണ്, ചെറുത് 1 ആണ്. 10ൽ നിന്ന് 1 പോയാൽ 9 ആണ്. അപ്പോൾ -9 കിട്ടും. ക്ലിയർ? സോ 10n -9 എന്നുള്ളതാണ് ഇതിൻ്റെ ജനറൽ ഫോർമുല. നമുക്ക് ശരിയാണോ നോക്കാം. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എത്രാമത്തെ ആയിരുന്നു? 6th ടേം ആയിരുന്നു. അപ്പോൾ നമുക്കിവിടെ n-ൻ്റെ പ്ലേസിൽ 6th എന്ന് കൊടുത്ത് നോക്കാം. സോ 10 ഇൻറ്റു 6th ടേം ആണ് എനിക്ക് കണ്ടുവേണ്ടത്. So 10 into 6 minus 9, that is 60 minus 9. So that is equal to 51. Clear? So ഇതുപോലെ 50ാമത്തെ ടേം നിങ്ങൾക്ക് കാണാൻ ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് പുട്ട് 50 ഹിയർ. ആ n-ൻ്റെ സ്ഥലത്ത് എന്ത് കൊടുത്താൽ മതി? 50 എന്ന് കൊടുത്താൽ മതി. അങ്ങനെ ഏത് ടേമും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള ഇക്വേഷനെയാണ് നമ്മൾ ആൾജിബ്രിക് എക്സ്പ്രഷൻ, ബീജഗണിത വാചകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സീക്വൻസിൻ്റെ മാത്രം ബീജഗണിത വാചകം എന്താണ്? ഇതാണ് 10n - 9. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നാലാമത്തെ ക്വസ്റ്റ്യൻ. ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6. ഇപ്പോൾ ഇവിടെ 1-ലും അല്ലെങ്കിൽ 6-ലും രണ്ടും വേണം നമുക്ക്. അപ്പോൾ 1 എഴുതി. അടുത്ത എന്താണ്? 6 ആണ്. പിന്നെ എന്താണ്? 11 1-ലാണ്. പിന്നെ അടുത്ത് വരുന്നത് 6-ൽ 16, പിന്നെ 21, പിന്നെ എന്താണ്? 26. ഇത് നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ് ഈ സീക്വൻസ്. ഈ സീക്വൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര വെച്ച് കൂടി പോകുന്ന, 5 വെച്ച് കൂടി പോകുന്ന ഒരു സീക്വൻസ് ആണ്. അപ്പോൾ ഇപ്പോൾ ചെയ്ത പോലെ വളരെ വേഗത്തിൽ നമുക്ക് ചെയ്യാം. 1 6 11 അങ്ങനെ എഴുതുക. പൊസിഷൻസ് എഴുതി. നമുക്ക് എന്താണ്? 5 എത്ര പ്രാവശ്യം കൂടി പോകുന്നു? 1 2 3 4 5 6 പ്രാവശ്യം കൂടി പോകുന്നു. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട 7ാമത്തെ ടേമായ 31 ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താ ചെയ്യുക? 1 ഇൻറ്റു 6 ഇൻറ്റു 5, ദാറ്റ് ഈസ് 1 പ്ലസ് 30 ഇസ് ഈക്വൽ ടു 31. കണ്ടോ? ഈ 6 എങ്ങനെ കിട്ടി? 7 - 1. സിമിലർ നമുക്ക് nth ടേം ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? 1 പ്ലസ് n - 1 ഇൻറ്റു എത്ര വെച്ചാണ് കൂടി പോകുന്നത്? 5 സാർ എഴുതി. നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ 5 അകത്തേക്ക് ഗുണിച്ചു. 5n - 5 ബ്രാക്കറ്റ് കളഞ്ഞു. അപ്പോൾ 1 പ്ലസ് 5n - 5, ഈ 1 നമ്മൾ ഇപ്പുറത്തേക്ക് എടുത്തു. സോ ദിസ് ബിക്കം 5n - 5 പ്ലസ് 1. അപ്പോൾ വലുതും ചെറുതും നമ്മൾ നോക്കുമ്പോൾ വലുത് 5 ആണ്. വലുതും ചെറുത് കുറിച്ച് വലുതിൻ്റെ ചിഹ്നം കൊടുത്തു. 5n - 4. സോ ദിസ് ഈസ് ദി ആൻസർ. ക്ലിയർ? നേരത്തെ ചെയ്തതുപോലെ തന്നെ, ഒരു വ്യത്യാസമില്ല. ഓക്കെ. ഓക്കെ. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഫോർ ദ സീക്വൻസ് ഓഫ് റെഗുലർ പോളിഗൺ സ്റ്റാർട്ടിംഗ് വിത്ത് ആൻ ഇക്വലേറ്റർ ട്രയാങ്കിൾ, അതായത് ഇക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ സീക്വൻസ്. റൈറ്റ് ദ ആൾജിബ്രിക് എക്സ്പ്രഷൻ ഫോർ ദ സീക്വൻസ് ഓഫ് സം ഓഫ് ഇന്നർ ആംഗിൾസ്, അതായത് ഇതിൻ്റെ ആന്തരകോണുകളുടെ തുകയുടെ സീക്വൻസിൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. അതായത് ബീജഗണിത വാചകം കണ്ടുപിടിക്കണം. ദ സം ഓഫ് ദ ഔട്ടർ ആംഗിൾസ്, ഇതിൻ്റെ പുറത്തുള്ള കോണുകളുടെ തുകയുടെ, ആൻഡ് ദ മെഷേഴ്സ് ഓഫ് ആൻ ഇന്നർ ആംഗിൾ, ഒരു ആംഗിൾ, ഒരു അകത്തുള്ള ഒരു ആംഗിൾ, ദ മെഷേഴ്സ് ഓഫ് ആൻ ഔട്ടർ ആംഗിൾ, പുറത്തുള്ള ഒരു ആംഗിൾ. ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കണം എന്നുള്ളത് നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ആ പാർട്ട് കാണാം. പാർട്ട് 4-ലാണ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സോ പാർട്ട് 4 കണ്ട കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന 4 സീക്വൻസും അവിടെയുണ്ട്. അപ്പോൾ ഇനി നമ്മൾ സീക്വൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ പഠിപ്പിക്കുന്നില്ല, മറിച്ച് ആ സീക്വൻസിൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് നമ്മൾ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്, വിത്തൗട്ട് യൂസിങ് എനി ഫോർമുല. അതായത് ഇപ്പോൾ അരിത്തമാറ്റിക് സീക്വൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസിലേക്ക് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിലവിൽ നമുക്കറിയാവുന്ന നോളജ് ഉപയോഗിച്ച് എങ്ങനെ അതിൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷനിലേക്ക് എത്താം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല. സോ പ്ലീസ് വിസിറ്റ് നെക്സ്റ്റ് പാർട്ട് 11. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ ഫോർ ന്യൂ അപ്ഡേറ്റഡ് വീഡിയോസ്. നിങ്ങൾ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾ ഫീസൊന്നും തരേണ്ടതില്ല. വെരിഫിക്കേഷൻ ശേഷം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. ഇനി ആപ്ലിക്കേഷൻ ഫോം കിട്ടിയതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇത് എൻ്റെ ഇൻസ്റ്റഗ്രാം, ഇതെൻ്റെ ഫേസ്ബുക്ക് പേജാണ്. ഇവിടെ ഫോളോ ചെയ്താലും പുതിയ അപ്ഡേറ്റ്സ്, ലൈവ് അപ്ഡേറ്റ്സ് ഉണ്ടാകുമ്പോൾ അവിടെയും ഉണ്ടാവും അതിൻ്റെ ടൈം, എപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. ഓക്കെ. നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ ലൈവായിട്ട് വരുന്ന ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. സോ ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഈ വിവരം നിങ്ങളെ ഫ്രണ്ട്സിനോട് എല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ.
ഇനി അതിനുശേഷം ലൈവിന് ശേഷം ഇത് പ്രൈവറ്റ് മോഡിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ലൈവിന് ശേഷം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യണം. നമുക്ക് 50 കുട്ടികൾക്കാണ് അഡ്മിഷൻ ഉള്ളൂ. ഇപ്പോൾ തന്നെ 4 കുട്ടികൾ നമുക്ക് ആയിക്കഴിഞ്ഞു. അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു വെരി മച്ച്.